ആരെപ്പറ്റിയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതുമായി അതൊന്നും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അത് എന്തും തോന്നുന്നത് വിളിച്ചു പറയുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ അതിൽ സത്യാവസ്ഥ എന്താണെന്നും അറിയാതെ ഒരാളെ കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല. നേരത്തെ പല വിവാദം വന്ന സമയത്ത് മുസ്ലിം ലീഗ് എടുത്ത ഒരു രീതിയിലുള്ള മാതൃകയിലുള്ള നടപടി രാഹുലിൻ്റെ വിഷയത്തിൽ സ്വീകരിക്കണമെന്നുള്ളത് CPM ആവശ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് UDF-ഉം അതുപോലെ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുമായി സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ചോ അല്ലെങ്കിൽ പാർട്ടിക്കോ പറയാനില്ല എന്നുള്ളതാണ്. ഈ ഷാഫിയുടെ വിഷയത്തിൽ CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞ വാക്കുകൾ തിരുത്താൻ തയ്യാറാവണമെന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഒരാളെ ഒരടിസ്ഥാന തെളിവുകളില്ലാതെ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതൊരു എത്തിക്സിന് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, UDF-ഉം കോൺഗ്രസും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പ്രതികരിക്കാനില്ല. PK ഫിറോസും KT ജലീലും തമ്മിലുള്ള ഒരു സൈബർ യുദ്ധവും പ്രസ് മീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ നേതൃത്വം ആരും ഇതുവരെ ഒരു ഫിറോസിനൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ശക്തമായി അതുമായി ബന്ധപ്പെട്ട് സലാം സാഹിബ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സാദിഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റേതായ വഴിയിൽ രാഷ്ട്രീയപരമായ ഒരു പോരാട്ടമാണ്. അത് ആ വഴിക്ക് നീങ്ങും.